സർവീസ് മാറ്ററുകൾ നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ ബ്രേക്കാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേകിച്ച് വലിയ വാർത്തകളൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ചില വാർത്തകൾ ചെയ്യേണ്ട സമയമായി. സമയമാകുമ്പോൾ നമ്മൾ ഉണരണമല്ലോ. ഉത്സവം വരുമ്പോൾ ആനയ്ക്ക് ആറാട്ടെന്ന് പറയുന്ന പോലെ സീസണായി. ഓണത്തിന് എന്തൊക്കെയായിരിക്കും മലയാളി സർക്കാർ ജീവനക്കാരെ കാത്തിരിക്കുന്നത്? സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഒരു വലിയ ജീവനക്കാരുടെ സമൂഹമുണ്ട്. കരാർ ജീവനക്കാർ വലിയൊരു സമൂഹമുണ്ട്. അവരെ കാത്തിരിക്കുന്നത് 2% ക്ഷാമബത്തയും DR. ക്ഷാമബത്ത എന്ന് പറയുമ്പോൾ ക്ഷാമബത്തയുമുണ്ട്, ക്ഷാമാശ്വാസവുമുണ്ട്. DR ഇത് കൊടുക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടു കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട്, കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം 2025 4,500 രൂപ ബോണസ് കൊടുത്തു. പക്ഷേ എല്ലാവർക്കും ആ ബോണസ് കിട്ടത്തില്ല. ശമ്പള പരിധിയുണ്ട് ബോണസ് കിട്ടുന്നതിന്. അപ്പോൾ ബോണസ് കിട്ടാത്തവർക്ക് 2,750 രൂപ പ്രത്യേക ഉത്സവ ബത്തയാണ് കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത്. 20,000 രൂപയായിരുന്നു ഓണം അഡ്വാൻസ് എടുക്കാനുള്ള സാഹചര്യം. പിന്നെ അത് പിടിക്കും, ഓണം അഡ്വാൻസ് പിന്നെ പല മാസങ്ങളായിട്ട് തിരിച്ചു പിടിക്കും. അപ്പോൾ ഇപ്രാവശ്യം അത് എത്രയായിരിക്കും കൂടുതൽ? VD സതീശൻ വിസ്മയത്തിൽ എത്ര അഡ്വാൻസ് എടുക്കാം? എത്രയെങ്കിലും 1 രൂപയെങ്കിലും കൂടാനേ സാധ്യതയുള്ളൂ. ഈ ഓണം അഡ്വാൻസ് ആയാലും ഓണത്തിൻ്റെ ബത്തയായാലും ബോണസ് ആയാലും കൂടാനുള്ള സാധ്യതയുള്ളൂ. അത് കുറയാനൊരു സാധ്യതയില്ല. അതുപോലെ തന്നെ ഓണത്തിൻ്റെ അനുസരിച്ച് DAയും DRും കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന ഖജനാവിന് 1 ഗഡു DA അനുവദിച്ചാൽ 60 കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. കടുത്ത സാമ്പത്തിക നിയന്ത്രണത്തിലും ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദവും ഓണക്കാലത്തെ ചെലവുകളും മുൻനിർത്തിയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഔദ്യോഗിക ഉത്തരവ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു വരാൻ സമയമാകുന്നേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DAക്ക് ആനുപാതികമായി സംസ്ഥാന ജീവനക്കാർ കൃത്യസമയത്ത് DA അനുവദിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കേന്ദ്രത്തിൽ ഈ കോവിഡ് കാലത്തെ DA കൊടുത്തിട്ടില്ല എന്നുള്ളതൊഴിച്ചാൽ ബാക്കി DA വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ 8 പ്രാവശ്യത്തെ DA കിട്ടാനുണ്ടെന്നും ആ 8 ഗഡു DAയും 4 വർഷം കൊണ്ട് 6 മാസം വീതം കൊടുക്കുമെന്നും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇനി അതിലും ഒരുപാട് തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എപ്പോൾ കൊടുക്കും? ബാക്ക് ഡേറ്റ് ഇട്ട് കൊടുക്കുമോ? കുടിശ്ശിക കൊടുക്കുമോ? അങ്ങനെ പല സംശയങ്ങളായിട്ടുണ്ട്. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് DA ഗഡുക്കൾ അനുവദിക്കുന്നത് വൈകിപ്പോകുന്നത്. നിലവിൽ ജീവനക്കാർക്ക് വലിയ തോതിലാണ് DA കുടിശ്ശിക ഉള്ളത്. അതുപോലെ എന്നാൽ പോലും 2% അനുവദിക്കുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഇനിയും ധാരാളം ഗഡുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ DA കൊടുത്തു തീർക്കാൻ കഴിയുകയുള്ളൂ. ഈ DA എന്ന് പറയുന്ന സംവിധാനം തന്നെ കൃത്യമായി മാറ്റണം എന്നുള്ള ഒരു ചർച്ചയും വന്നിട്ടുണ്ട്. എന്തായാലും DAക്ക് പകരം ഇൻസെൻറ്റീവ് കൊടുക്കുക എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് നമുക്ക് മുന്നോട്ട് പോകുമെന്നറിയത്തില്ല. അതുകൊണ്ട് 2026 ജനുവരി മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന 2% DA ആണ്. DR കുടിശ്ശികയാണ് ഓഗസ്റ്റിൽ നൽകാൻ പോകുന്നത്. പിന്നാലെ ജൂലൈ മുതൽ അടുത്ത DA ഗഡു കേന്ദ്ര സർക്കാർ ക്ഷാമബത്തയ്ക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസവും ലഭിക്കും. അതേസമയം ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകണമെന്ന കാര്യം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില കൂടി പരിശോധിച്ചിട്ടായിരിക്കും ധനം വകുപ്പ് തീരുമാനമെടുക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കേന്ദ്ര ധനമന്ത്രാലയം ഈ വർഷം മുതൽ ഏപ്രിലിൽ DAയും ഡിഫറൻഷ്യൽ റിലീഫും അതായത് DRും 2% വർദ്ധിപ്പിച്ചിരുന്നു. ജനുവരി 1 മുതൽ പ്രാബല്യമുള്ള ഈ വർധനയുടെ കേന്ദ്ര ജീവനക്കാരുടെ DA അടിസ്ഥാന ശമ്പളത്തിൻ്റെ 58%-ൽ നിന്ന് 60%-ആയി ഉയർന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലും DA വർധനയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നത്. വിലക്കയറ്റം മൂലം ജീവനക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടിസ്ഥാന ശമ്പളത്തോടൊപ്പം നൽകുന്ന അധിക തുകയാണ് ക്ഷാമബത്ത, ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് ഓർ DR. അല്ലെങ്കിൽ പെൻഷൻകാർക്ക് ഇത്തരത്തിൽ നൽകുന്ന തുകയെ ക്ഷാമാശ്വാസം അല്ലെങ്കിൽ DR എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു രീതിയാണ് ഉള്ളത്. മെയ് മാസത്തിൽ ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനും ബാങ്ക് ജീവനക്കാരുടെ DAയും പരിഷ്കരിച്ചിരുന്നു. മെയ് ജൂൺ മാസങ്ങളിലായി അടിസ്ഥാന ശമ്പളത്തിൻ്റെ തോതനുസരിച്ച് 435 രൂപ മുതൽ 1,050 രൂപ വരെയുള്ള വർധനയാണ് ബാങ്ക് ജീവനക്കാർക്ക് ലഭ്യമായത്. ഇതിനു പുറമെ ഇന്ത്യൻ റെയിൽവേയും ലക്ഷക്കണക്കിന് വരുന്ന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി 2% DA പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് ലഭിക്കുന്ന ഈ 2% DA വർധനയിലും ഉണർവുണ്ടാകുമെന്നാണ്
വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഓണത്തിന് വലിയ DA വർധനവാണ് ഉള്ളത്. 2% കൊടുക്കുന്നു. പക്ഷേ അതേസമയം പഴയ കുടിശ്ശിക എപ്പോൾ കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമായിട്ടില്ല. അതിന് എന്നാണ് ഉണ്ടാവുകയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു വിഷയമാണിത്. എന്തായാലും ഓണത്തിന് DA 2% കൊടുക്കുന്നു, അതുപോലെ തന്നെ DR കൊടുക്കും. പക്ഷേ കുടിശ്ശിക കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ധാരണയുമായിട്ടില്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശമ്പള പരിഷ്കരണം. അതിൻ്റെ ബാക്കി പത്രം എത്രയുണ്ട് എന്നുള്ളത് ചോദ്യവും പ്രധാനമാണ്. അതും തീരുമാനമായിട്ടില്ല. അത് തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണം കഴിഞ്ഞ് ഈ DAയും DRും ഒക്കെ പ്രഖ്യാപിച്ച് ഓണ അലവൻസും അതുപോലെ തന്നെ ബോണസും അഡ്വാൻസും എല്ലാം എത്രയാണെന്നൊക്കെ നിശ്ചയിച്ചതിന് ശേഷം സെപ്റ്റംബർ മാസത്തിൽ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചുള്ള പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ജീവനക്കാർ ഇപ്പോൾ തന്നെ ഒരു മുറുമുറുപ്പുണ്ട്. അവർ പക്ഷേ ഓണം കഴിഞ്ഞാൽ സമരത്തിലേക്ക് പോകാനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.